ഹായ് മക്കൾ. ഹലോ. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ +2 നമ്മൾ കുറേ വീഡിയോസ് ചെയ്തു അല്ലേ? പ്രൊഫഷണൽ കോഴ്സസ് ആയാലും അല്ലെങ്കിൽ മറ്റ് ഒരുപാട് കോഴ്സസിന്റെ കേസസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മോട് തന്നെ വരുന്നതാണ് CMA CA പ്രൊഫഷണൽ കോഴ്സസിനെ കുറിച്ച്. അപ്പോൾ അതിൽ നമ്മൾ CMA കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, CMA US-ന്റെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMA ഇന്ത്യയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, നമുക്കോടൊന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതെ, മെയിൻ ആയിട്ടുള്ള അതെ യെസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് CMA ഇന്ത്യ എന്താണെന്നുള്ളത് അല്ലേ? അപ്പോൾ മിസ് എന്താണ് CMA എന്താന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നാണ് അതിൻ്റെ കംപ്ലീറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ കമ്പനീസ് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻസ് ആണെങ്കിലും അവിടെ എന്തുണ്ട്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടാവും, ഇതിലെല്ലാം കോസ്റ്റും ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ കോസ്റ്റ് എന്നുള്ള കാര്യം വരുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് ഈ ഒരു CMA പഠിച്ച ഒരാൾ പെർഫോം ചെയ്യേണ്ടത് ഒരു കമ്പനിയിൽ. ഒന്ന് കോസ്റ്റിൻ്റെ, ഈ ഒരു കോസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ്, അതായത് എങ്ങനെയാണ് കോസ്റ്റ്, അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് പോലെ തയ്യാറാക്കുക. പിന്നെ ചെയ്യേണ്ട രണ്ടാമത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാനേജ്മെന്റിന്റെ ഡിസിഷന്റെ ബേസിലാണ് ഒരു ഫേം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഇതിലുള്ള അക്കൗണ്ട്സ് കാര്യങ്ങൾ റിപ്പോർട്ട്സിൻ്റെ ബേസിലായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവരെന്തിന്റെ ബേസിലാണോ ചെയ്യേണ്ടത് ആ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരാളായിരിക്കും കോസ്റ്റ് മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റിനെ ഒരു എന്തൊരു ഡിസിഷൻ, ഒരു ക്രൂഷ്യൽ ഡിസിഷനിലേക്ക് എത്തിക്കുക, ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിക്കുന്നതിന് വലിയൊരു റോള് ഈ CMA-കാരൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് CMA എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ CMA കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ഡെഫിനിഷൻ എന്നൊക്കെ പറയുന്ന പോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാൻ വേണ്ടി പറ്റും. ഇതായിരിക്കും അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം എന്തൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ ജോബ് റോളുകളാണ് നമ്മളൊരു CMA കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുക, എന്തൊക്കെ ജോബ് പ്രൊഫൈൽസ് ആണ് നമുക്ക് പറയാം? ഒന്നാമത്തെ കാര്യം നടന്ന ഇതുപോലെ തന്നെ ഏതെങ്കിലും ഓർഗനൈസേഷൻസിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കോസ്റ്റ് മാനേജർ ആയിട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ അവർക്ക് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അവർ സെപ്പറേറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരു CMA പാസ്സായിട്ടുള്ള ഒരാളാണ്, എനിക്ക് സെപ്പറേറ്റ് ഒരു ഫോം കാര്യങ്ങൾ തുടങ്ങി ബാക്കിയുള്ള ഓർഗനൈസേഷനെ സഹായിക്കുന്ന രീതിയിൽ റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സെയിൽസ് ടാക്സ്, ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ട് സെയിൽസ് ടാക്സിന്റെ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അല്ലെങ്കിൽ ഇൻസോൾവൻസി പ്രാക്ടീഷണർ ആയിട്ട്, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ അതിലൊക്കെ മെയിൻ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയ ടൈപ്പ് അല്ലെങ്കിൽ ജോബ് റോൾസ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും പ്രൊഫൈൽസ് അല്ലെങ്കിൽ ജോബ് റോൾസിനെ കുറിച്ച് നമുക്ക് CMA റിലേറ്റഡ് പറയാം. ഓക്കെ. ദെൻ ഇനിയിപ്പോൾ മക്കൾക്ക് അറിയേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമായിരിക്കും എലിജിബിലിറ്റിനെ കുറിച്ച്. CMA-യുടെ എങ്ങനെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ +2 കഴിഞ്ഞിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഡിഗ്രിയുടെ ഡിഗ്രി കഴിഞ്ഞിട്ടും ചെയ്യാം. +2 കഴിഞ്ഞ് ഡിഗ്രിയുടെ കൂടെ തന്നെ ചെയ്യാനും വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് CMA-യുടെ ഒരു എക്സാം എന്ന് പറയുന്നത് 3 ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 3 ലെവലുകളായിരിക്കും. ആദ്യത്തത് ഫൗണ്ടേഷൻ ലെവൽ, രണ്ടാമത്തത് ഇന്റർമീഡിയറ്റ്, പിന്നെ അതുപോലെ ഫൈനൽ ലെവൽ. അല്ല, അത് സെപ്പറേറ്റ് വേറെ തന്നെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ അകത്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ലെവലിൽ ഇപ്പൊ നമ്മൾ +2 കഴിഞ്ഞാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ 3 ലെവൽസ് നമ്മൾ ചെയ്തിരിക്കണം. പക്ഷെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഫൗണ്ടേഷൻ ലെവൽ ചെയ്യണ്ട, ഇന്റർമീഡിയറ്റ് ലെവലിലേക്കായിരിക്കും കടക്കുന്നുണ്ടാവുക. CA റിലേറ്റ് ചെയ്ത് പറയാം. പിന്നെ അതിന്റെ അകത്ത് നമ്മൾ ആദ്യത്തെ ഫൗണ്ടേഷൻ ലെവലിൽ 4 പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. രണ്ടാമത്തതില് 2 ഗ്രൂപ്പുകളായിട്ട് ഓരോ ഗ്രൂപ്പിൽ 4 വീതം 8 പേപ്പർ. പിന്നെ ഫൈനലിലും ഇതേ സെയിം കാര്യം. നമുക്ക് CA ആയിട്ട് സെയിം എന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ? പേപ്പർ ലെവൽ അല്ലെങ്കിൽ എക്സാമിന്റെ രീതിയിലാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ
പാസിംഗ് ക്രൈറ്റീരിയാസ് അല്ല യെസ് അത് നമുക്ക് അറിയേണ്ട ഒരു മെയിൻ കാര്യമായിരിക്കും പാസിംഗ് ക്രൈറ്റീരിയ. CMA ഇന്ത്യന്റെ ബേസിൽ പാസിംഗ് ക്രൈറ്റീരിയ വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഓരോ പേപ്പേഴ്സ് ഉണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് 40% മാർക്ക് ഓരോ പേപ്പറിലുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ വൈസ് പാസ്സായി. പക്ഷെ നമുക്ക് ഓരോ ഗ്രൂപ്പുകളായിട്ട് വരുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ അഗ്രഗേറ്റ് എടുക്കുന്ന സമയത്ത് 50% മാർക്ക് വേണം. എലിജിബിൾ ആണോ എന്ന് നോക്കുക. അഗ്രിഗേറ്റ് നോക്കിയിട്ടായിരിക്കും 4 പേപ്പർ ആണെങ്കിൽ 4 400 മാർക്കിൽ അതിന്റെ 50% 200 വേണം എന്നുള്ള. ഓക്കെ അപ്പം സെയിം ആണ്. നമ്മൾ CA ആയിട്ട് നോക്കുന്ന സമയത്ത് സെയിം ആണ്. CA നമ്മൾ പറഞ്ഞ സെയിം ക്രൈറ്റീരിയാസ് തന്നെയാണ് പാസിംഗ് ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ CMAയിലും വരുന്നത്. ഓക്കെ യെസ്. അപ്പം ഈ ഡിഗ്രി റിലേറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് ഡിഗ്രി ആഫ്റ്റർ +2 ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഡിഗ്രിയുടെ കൂടെ ചെയ്യുന്നതാണോ? എന്നോട് ചോദിക്കുകയാണ് ഇപ്പം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ +2ന്റെ കൂടെ അല്ലെ +2 കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഈ നമ്മളെ ലോകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്ന ടൈമാണ്. ഓക്കെ, ആ ടൈമിനെ നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പോസിബിളാണ്. നമുക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ട് വരില്ല. എല്ലാം നമ്മൾ കറക്റ്റായിട്ട് വർക്ക് ആവുന്നത്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ പാരലലായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഡിഗ്രിക്ക് പഠിക്കുന്നതും CMAയിൽ പഠിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഗ്രി പാരലൈസ് ചെയ്യാന്ന് പറയുന്നത് ടാസ്ക് അല്ല. പക്ഷെ നിങ്ങൾ ലാംഗ്വേജിന്റെ ഒന്ന് നോക്കേണ്ടി വരും. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി അങ്ങനത്തെ ലാംഗ്വേജിന്റെ നോക്കേണ്ടി വരും. അല്ലാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിരിക്കും ഡിഗ്രി ഇതിന്റെ കൂടെ ചെയ്യുക എന്ന് പറയുന്നത്. കാരണം പഠിക്കുന്ന കാര്യങ്ങൾ ഏകദേശം സെയിം ആയതുകൊണ്ട് തന്നെ ലെവലിൽ വരുന്നത് കൊണ്ട്. അപ്പോൾ പിന്നെ അതുമല്ല, നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 20-22 വയസ്സിനുള്ളിൽ നിങ്ങൾ ജോലി നിങ്ങൾ ഏൺ ചെയ്യാൻ വേണ്ടി തുടങ്ങുക ചെയ്യുന്നത്. ആ ഒരു 20-22 വയസ്സിൽ തന്നെ നിങ്ങൾ ഏൺ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത് നല്ല പൊസിഷനിൽ. പക്ഷെ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇത് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് 3 വർഷം, അങ്ങനെ ആ സമയത്ത് ഒരു 20-25 വയസ്സ് മുതലായിരിക്കും ഇവർ ഏൺ ചെയ്ത് തുടങ്ങുക. അപ്പൊ 21 വയസ്സിൽ ഏൺ ചെയ്യുന്നതും 25 വയസ്സിൽ ഏൺ ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് സമയത്ത്. അപ്പൊ അതാ ടൈമാണ് നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത്. ടൈം നോക്കിയിട്ട് വേണം സത്യം പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സസ് ചൂസ് ചെയ്യാൻ. നമ്മൾ വെറുതെ കുറേ ഒരു ഫ്ലോ ഇല്ലാതെ പഠിക്കുന്നതിലല്ല. നമ്മൾ എന്തിനാ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്? നമ്മൾ ജോലി കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് വേണമെങ്കിൽ പഠിക്കാം. അതങ്ങനെയല്ല, നമ്മളെ ഇഷ്ടം അനുസരിച്ച് ഇൻട്രസ്റ്റ് അനുസരിച്ച് പഠിക്കാം. അത് സൈഡായിട്ട് പഠിക്കാം. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഈ പഠിക്കണതെല്ലാം നമുക്ക് നല്ല രീതിയിൽ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ്. +2 കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ +2 ശേഷം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നല്ലൊരു അടിപൊളി കരിയറിലേക്ക് തന്നെ ആയിരിക്കും ഇവർ കയറാൻ വേണ്ടി പോകുന്നത്. അതിലൊരു സംശയവും ഇല്ല. അപ്പൊ +2 കഴിഞ്ഞ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പം ഇപ്പം നമ്മൾ ഇനിയിപ്പം അവർക്ക് അറിയേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമായിരിക്കും ഇതിന്റെ ഒരു ഡ്യൂറേഷനെ കുറിച്ച് CMAയുടെ അല്ലെ. അപ്പോൾ ഡ്യൂറേഷൻ എങ്ങനെയാണ് വരുന്നത്? ഡ്യൂറേഷന്റെ കേസ് പറയുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഈ +2 ഡിഗ്രി അങ്ങനെ പറയാൻ പറ്റുമല്ലേ? അല്ല, അത് നമുക്ക് ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് പറയാൻ പറ്റും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളനുസരിച്ചിരിക്കും നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയാം. നമ്മൾ പ്രൊഫഷണൽ കോഴ്സസിന്റെ ഒക്കെ കേസസ് പറയുന്ന പോലെ തന്നെ. കാരണം ഇതിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫൗണ്ടേഷൻ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ, ഞാൻ എക്സ്ട്രാ ആയിട്ട് പറയാണ്, +2 കഴിഞ്ഞ് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷന്റെ ഒരു എൻട്രൻസ് ഉണ്ടാവും. അതുപോലെ CAT എന്ന് പറഞ്ഞ ഒരു എൻട്രൻസും ഉണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷന്റെ എക്സാം എഴുതാം, അല്ലെങ്കിൽ CAT എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രൻസ് എക്സാം എഴുതാം. പക്ഷെ CAT ആണ് കുറച്ചുകൂടെ അവര് കൂടുതൽ പാസ് ആവുന്നത്. കൂടുതലും CAT ആണ്. ഫൗണ്ടേഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി CAT ആണ്. അപ്പൊ നിങ്ങൾക്ക് +2 കഴിഞ്ഞ് ചെല്ലുന്നവർക്ക് CAT വഴിയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കയറാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ 4 പേപ്പേഴ്സ് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ 2 ഗ്രൂപ്പുകളായിട്ട് അല്ലെ, രണ്ടാമത്തെ ലെവലില്. പക്ഷെ ഇപ്പത്തെ ഒരു അപ്ഡേഷൻ അനുസരിച്ചിട്ട് ഇപ്പൊ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ലെവലിൽ ചെല്ലുന്ന 2 ഗ്രൂപ്പുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ എഴുതാൻ വേണ്ടി പറ്റും. അതായത് ആദ്യത്തെ ഒരു ഗ്രൂപ്പ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഗ്രൂപ്പ്, അങ്ങനെയല്ലാതെ ഒരുമിച്ച് രണ്ടും കൂടെ എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ എന്തായിരിക്കും സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ
വോളിയം ഉണ്ട്, നിങ്ങൾ എഫേർട്ട് ഇടുന്നതിൽ അത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ കാരണം ഈ പഠിക്കാനുണ്ട്. ഒരു അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ക്വാളിഫൈ ആവുക ചെയ്യണം. അത് കഴിഞ്ഞാല് ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി 15 മാസത്തെ ഒരു ആർട്ടിക്കിൾഷിപ്പ് ആർട്ടിക്കിൾഷിപ്പ് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ കൂടെ ഫൈനലും ചെയ്യുകയാണെങ്കിൽ ഒരു 2-2.5 വർഷത്തിനുള്ളിൽ അവർക്ക് CMA കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് +2 കഴിഞ്ഞ ഒരു കുട്ടിക്കാണ് മിനിമം ആണ്. അതെ 2-2.5 വർഷത്തിനുള്ളിൽ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 20-21 വയസ്സിനുള്ളിൽ എന്താ നിങ്ങൾ ഡയറക്റ്റ് കേറി ഏൺ ചെയ്യാനാ തുടങ്ങണേ. ഓക്കെ അങ്ങനെ +2. പിന്നെ അതല്ല നിങ്ങൾക്ക് ഇപ്പൊ ചില കുട്ടികളുണ്ടാകും കുറച്ചൊന്നും മെല്ലെ സാവകാശത്തിൽ ഏൺ ചെയ്തിട്ട് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ലേണിംഗ് കുറച്ച് ടൈം എടുക്കണം കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ 4 എക്സാം എഴുതാം, ആദ്യത്തെ 4 പേപ്പർ എഴുതാം, പിന്നെ രണ്ടാമത്തെ ലെവലിൽ വരുമ്പോൾ ആദ്യത്തെ ഒരു 4 ഗ്രൂപ്പ്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഗ്രൂപ്പ്, പിന്നെ ഫൈനല്, പിന്നെ ഈ ആർട്ടിക്കിൾഷിപ്പ് ഒക്കെ ചെയ്യുമ്പോഴേക്കും മിനിമം ഒരു 3 വർഷമെങ്കിലും എടുക്കും. അപ്പൊ നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ല പെട്ടെന്ന് തന്നെ കരിയർ സെറ്റ് ആവണം എന്നാണെങ്കിൽ കുറച്ച് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. 2.5 ഇയർ കൊണ്ട് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പം അതിൽ ഇപ്പൊ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ആർട്ടിക്കിൾഷിപ്പിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ചൊന്ന് ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ നമ്മളിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യണ പോലത്തെ ഒരു സെയിം പരിപാടി തന്നെയാണ് ട്രെയിനിങ് പരിപാടി. ഇതിൽ 2 രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് അവർക്ക് നമ്മളിപ്പോ പബ്ലിക് സെക്ടേഴ്സിലുള്ള ഓർഗനൈസേഷൻസിലൊക്കെ പോയിട്ട് അവർക്ക് കംപ്ലീറ്റ് ആ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്റെ എങ്ങനെയാണ് അവർ ഡിസിഷൻസ് എടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ലെവലിൽ അവർക്ക് ആ ഒരു കംപ്ലീറ്റ് ആ ഓർഗനൈസേഷനിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അവർക്ക് ഒരു കോസ്റ്റ് മാനേജറുടെ കൂടെ വർക്ക് ചെയ്തിട്ട് ആ മാനേജർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ലെവലില് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു 15 മാസം അവർ അങ്ങനെയുള്ള കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിയുടെ ഏറ്റവും നല്ലൊരു ടൈം പീരീഡ് ആണ് ഈ ഒരു ട്രെയിനിങ് പീരീഡ്. അതേപോലെ കാരണം അവർ പഠിച്ച കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് അവര് ഒരു റിയാലിറ്റിയിൽ വന്ന് ട്രെയിൻ ചെയ്ത് പഠിക്കുന്നതല്ല, നമ്മളൊന്ന് സെറ്റ് ആണെങ്കിൽ അതൊന്ന് ട്രെയിൻ ചെയ്യാന്നുള്ളതാണ്. അവരൊരു വർക്ക് ചെയ്യണ ഒരു ഫീൽ അങ്ങനെയാകുമ്പോ കുറച്ചുകൂടെ നല്ല. പിന്നെ ആ സമയത്ത് തന്നെ ഫൈനൽസ് എഴുതി പിന്നെ സെറ്റ് ആവാന്നതാണ്. പിന്നെ ഇപ്പൊ CMA ഇന്ത്യ എന്ന് പറയുമ്പോ നിങ്ങളിപ്പോ പലർക്കും കാണാം, ഇപ്പൊ ഇന്ത്യ ആയതുകൊണ്ട് ഇനിയിപ്പോ പുറത്തേക്ക് പോയ സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ CMA ഇന്ത്യ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ UAE-യിലൊക്കെ ആക്ച്വലി നല്ല സ്കോപ്പ് ഉണ്ട് ഇവർക്ക്. പിന്നെ അതുമല്ല ഇപ്പൊ CMA ഇന്ത്യ കുറച്ച് അധികം രാജ്യങ്ങള് അപ്രൂവൽ കൊടുത്ത് വരുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അതുമല്ല നമ്മൾക്കിപ്പോൾ CA-ന്റെ ഒക്കെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ നമുക്ക് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഒരു വലിയ ഡ്രൈവ് CMA-ന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് പിള്ളേരെ, അതായത് പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികളെയും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ അതുമല്ല ഇപ്പൊ ചില രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അവിടേക്ക് ഇപ്പൊ നിങ്ങളൊരു CMA ഇന്ത്യ പാസ്സായിട്ടുള്ള ഒരാളാണ്, അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തില് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രിഡ്ജ് കോഴ്സ് പോലെ ചെയ്ത് കഴിഞ്ഞാല് ചില പേപ്പേഴ്സിന്റെ ബാക്കി പേപ്പേഴ്സ് അവർ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവില്ല. അപ്പൊ ചില ബ്രിഡ്ജ് കോഴ്സ് പോലെ ചെയ്തിട്ട് അവിടേക്ക് വേണ്ട കുറച്ച് പേപ്പേഴ്സ് കൂടെ പാസ്സായി കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ അപ്പൊ അങ്ങനെ പുറം രാജ്യങ്ങളിലും എന്താണ് ഇപ്പൊ CMA ഇന്ത്യക്കും എന്താണ് അവര് സ്കോപ്പ് വന്നോണ്ട് ഇപ്പൊ UAE-യിലൊക്കെ ഉണ്ട് നല്ല. കാരണം CA ആയിട്ട് നമ്മൾ CA-ന്റെ ഒരു ലെവലിൽ തന്നെയാണ് പേപ്പേഴ്സ് കാര്യങ്ങളും ക്രൈറ്റീരിയാസ് പാസിംഗ് ക്രൈറ്റീരിയാസ് ഒക്കെ വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ CMA ഇന്ത്യയെ കുറിച്ച് ബേസിക് ആയിട്ട് മനസ്സിലാക്കാനുള്ളത് അല്ലേ. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊന്നും മക്കളോട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതിലാണ് സാർ മിസ്സും വന്നിട്ടുള്ളത്. CMA ഇന്ത്യ CMA USA അപ്പൊ നിങ്ങൾ ഏത് കോഴ്സസ് ആണെങ്കിലും നിങ്ങളിപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രം പോയി അന്വേഷിക്കാതെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോവുക, അവിടെ എക്സ്ട്രാ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ CMA USA ആണെങ്കിൽ അവർക്ക് ഡിഗ്രി കമ്പൽസറി ആയിട്ട് വേണം. ഡിഗ്രി കഴിഞ്ഞാൽ CMA USA എനിക്ക് തോന്നുന്നു ഡിഗ്രിയുടെ കൂടെ ചെയ്യാൻ പറ്റിയൊരു കോഴ്സാണ് US വരുന്നത്. പക്ഷേ CMA ഇന്ത്യ അങ്ങനെയല്ല, +2 കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ എന്തെടുത്ത് പഠിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഹാർഡ് വർക്ക് അതിലെ വലിയൊരു നല്ലൊരു കരിയറിൽ എത്തുന്ന ഏതൊരു കോഴ്സ് ആണെങ്കിലും
അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ അതിൽ നമ്മൾ നല്ല സ്റ്റാർട്ടിങ് ഏത് പ്ലാനോടെ അല്ലെങ്കിൽ ഏതോ ഡിറ്റർമിനേഷനോടെ നമ്മൾ പോകുന്നു, അത് തന്നെ അതിന്റെ അവസാനം വരെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞതുകൊണ്ട് ഇവരൊക്കെ ഭയങ്കര പഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി സെറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ നിങ്ങൾ ആദ്യം വെക്കുന്ന സ്റ്റെപ്പിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ അവസാനം വെക്കാൻ പോകുന്ന സ്റ്റെപ്പ്, ഫിനിഷിംഗ് പോയിന്റ്. ഇപ്പൊ നിങ്ങൾ ഞാനിപ്പോ ഒരു റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരാൾ ഓടി വന്ന് റണ്ണിങ് കോമ്പറ്റീഷനാ, ഇപ്പൊ ആ റിബണിന്റെ അടുത്തെത്താറായപ്പോ അയാള് മെല്ലെ ഒന്ന് എന്താക്കി ഒന്ന് സ്പീഡ് കുറച്ചതും ബാക്കിൽ വന്ന ആള് ജെറ്റ് പോലെ വന്നിട്ട് അത് പൊട്ടിച്ച്. അപ്പൊ അവിടെ ഒന്ന് ആലോചിച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് ഓടി അയാളുടെ ഓവർ കോൺഫിഡൻസ് ലാസ്റ്റിലേക്ക് ഇടണ്ട ഒരു ഫിനിഷിംഗ് ടൈമില് അത് നശിച്ച്. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഫസ്റ്റ് പ്രൈസ് മറ്റേ ആള് കൊണ്ട് ഇയാൾ എത്ര എഫേർട്ട് ഇട്ടോ എന്നല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങൾ തുടക്കത്തിൽ എടുക്കുന്ന എഫേർട്ടിന്റെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ അവസാനം അത് എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതും കൂടെ മൈൻഡിൽ വെക്കുക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവണം, നല്ലൊരു തീരുമാനം എടുക്കണം, കരിയർ സെറ്റ് ആക്കുക അല്ലെ. അതെ, കരിയർ സെറ്റ് ആക്കുക, അത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളൊക്കെ വലിയ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. അതെ, കാണണം എന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ പറ്റുന്ന കഴിവുള്ള കുട്ടികളുമാണ്. നിങ്ങൾ നിങ്ങളുടേതായ ലെവലിൽ എല്ലാത്തിനും കേപ്പബിൾ ആണ്. അതെ, അപ്പോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ എത്ര പേര് CMA ഇന്ത്യ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, അങ്ങനെ പ്ലാൻ ഉള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യാം. അറിയാലോ അതെ, എത്ര പേര് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളത്. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. വീണ്ടും കാണാം. ബൈ.